ഹായ്, നമസ്കാരം. ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ വിഷമമുള്ളൊരു സംഭവം പറയാനാണ് ഇപ്പോൾ ഞാൻ വന്നത്. കാരണം എന്താണെങ്കിൽ, മമ്മൂക്ക സിനിമകൾ എപ്പോഴും അനുഭവിക്കുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്, വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ്, പണ്ടേ മുതൽ അങ്ങനെയാണ്, ഒരു പ്ലാനും ഇല്ലാതെയാണ് മമ്മൂക്കയുടെ സിനിമകൾ ഇറക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ 100 കോടി എത്തിയിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കളിയാക്കി നടക്കുന്നു. കൃത്യമായൊരു പ്ലാനിങ് ചെയ്യാതെയാണ് സിനിമ ഇറക്കുക. മമ്മൂക്കയ്ക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അതല്ല, ഈ സിനിമ എങ്ങനെ റിലീസ് ചെയ്യണം, എങ്ങനെ പരസ്യം ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. കുറേ വർഷങ്ങളായിട്ട് ആൻറ്റോ ജോസഫാണ് ഏറ്റവും കൂടുതൽ പണി തന്നുള്ളത്. കാരണം ആൻറ്റോ ജോസഫിനാണ് കൂടുതൽ സിനിമകൾ വിതരണത്തിന് കൊടുത്തുള്ളത്. അവൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴേക്കും അവൻ അത് ചാനലിന് വിൽക്കുക, സാറ്റലൈറ്റിന് വിൽക്കുക, കാര്യങ്ങൾ വിറ്റ് പൈസ വാങ്ങും. ആ സിനിമ കളിപ്പിക്കണമെന്നും ഒരു ചിന്തയില്ല. കൂടെ മമ്മൂക്കയുടെ കൂടെ 24 മണിക്കൂർ നടക്കുകയും ചെയ്യും. 24 മണിക്കൂർ കൊണ്ട് നടക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. അതിൽ പിന്നെ ചേതാവികാരം എന്താണെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അത്ര സിനിമകൾ. എനിക്കതിൽ ഏറ്റവും വിഷമം തോന്നാറുള്ള സിനിമ ബിഗ് ബി ആണ്. ബിഗ് ബി ആൻറ്റോ ജോസഫായിരുന്നു വിതരണം. ഏകദേശം 2 ആഴ്ച 3 ആഴ്ച ആകുമ്പോഴേക്കും അവന് അവസാനിപ്പിക്കാണ്ട് ക്രിമികേടിയായി. അതിൻ്റെ പോസ്റ്റേഴ്സ് പോലും ഒരു നല്ലൊരു പോസ്റ്റർ ചെയ്തിട്ടില്ല. ബിഗ് ബിക്ക് ഗായത്രി അശോകൻ ചേട്ടനെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊരു ഗംഭീര പോസ്റ്ററുകളായെന്നറിയും. പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ കയറുന്ന കാലമുണ്ടായിരുന്നു. ഗായത്രി അശോകൻ എന്ന ലോകത്തിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള പരസ്യകലാകാരൻ, അദ്ദേഹത്തിനെ എൻ്റെ ഗുരുവായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാനൊരു ബേസിക്കലി ആർട്ടിസ്റ്റാണ്. ഞാൻ ഒരിക്കലും ഈ മറ്റുള്ള ബിസിനസ്സൊക്കെ ആയിട്ട് വരേണ്ട ആളല്ല. ഞാൻ പരസ്യകല ചെയ്യേണ്ട വ്യക്തിയാണ്. PG കഴിഞ്ഞതിന് ശേഷം ഞാൻ MA സൈക്കോളജി വരെ സൈക്കോളജി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിയുന്ന വരെ തന്നെ, അത് കഴിഞ്ഞതിന് ശേഷം ആ ഫീൽഡിലേക്ക് പോകേണ്ടതാണ്. വീണ്ടും തട്ടിത്തിരിഞ്ഞും മറിഞ്ഞു പോകുന്നതാണ്. അന്ന് ഇദ്ദേഹത്തിനെ എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളാണ് നമ്മൾ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള സിനിമകളുടെ പോസ്റ്ററുകൾ. മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഏറ്റവും കൂടുതൽ സിനിമകളുടെ പോസ്റ്റർ, കൂടുതലും ലാലേട്ടൻ്റെ സിനിമകളാണ് പോസ്റ്റർ. കാരണം അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ പ്രത്യേകിച്ച് ഗായത്രി അശോകനെ കൊണ്ട് തന്നെയാണ് ചെയ്യാറ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കമ്പനിയും അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ മകൻ, ഇസായിൻ അസംദുള്ള, കിരീടം, ചെങ്കോല്, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ, ഭൂമിയിലെ രാജാക്കന്മാർ, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ, 3-ാം മുറ, ഇഷ്ടംമാതിരി സിനിമകൾ, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും എന്ന് പറയുകയാണെങ്കിൽ പറയാം 75-80% സിനിമകൾ പോസ്റ്റർ ഡിസൈൻ ചെയ്തിരുന്നത് ഗായത്രി അശോകൻ ചേട്ടനായിരുന്നു. ദൗത്യം എന്ന സിനിമ തിരക്കഥാകൃത്തും ഈ ഗായത്രി അശോകൻ ചേട്ടൻ. ഞാൻ ഇന്ന് നല്ല എടുപ്പാണ് അദ്ദേഹമായിട്ട്. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചില്ല. അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഓരോ സിനിമകൾ ഇറങ്ങുന്ന സമയത്തും, മമ്മൂക്കയുടെ സിനിമകൾ ഇറങ്ങുന്ന സമയത്തും മമ്മൂക്ക അതൊന്നും ശ്രദ്ധിക്കില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹം ചെയ്യാൻ. ഇപ്പോൾ ഒരു വടക്കം വീരഗാഥ എന്ന സിനിമ ഗംഭീര സിനിമയാണ്, ഗംഭീര വിജയമായിട്ടുണ്ട്. പക്ഷേ ആ സിനിമ ഗായത്രി അശോകനാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ കളക്ഷൻ കിട്ടിയാണ്. ഇതിനേക്കാളും ന്യൂഡൽഹി അദ്ദേഹത്തിൻ്റെയാണ്. അതൊക്കെ നമുക്ക് അതുകൊണ്ട് സന്തോഷം. ന്യൂഡൽഹിയിലൊക്കെ പോസ്റ്റർ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ എന്നെപ്പോലുള്ളൊരു ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ പോസ്റ്റർ കണ്ടിട്ട് സിനിമയ്ക്ക് കയറുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇപ്പം ഇങ്ങനെ അന്ന് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അന്ന് ഇങ്ങനെ പോസ്റ്ററുകളുടെ ഭംഗി കൊണ്ട് സിനിമകൾ ഹിറ്റായിട്ടാണ്. അതായത് പഴയ സിനിമകൾ വീണ്ടും ഗായത്രി അശോകനെ കൊണ്ട് പോസ്റ്റർ ചെയ്യിച്ചിട്ട് ഇറങ്ങിയിട്ട് വിജയിപ്പിച്ച സിനിമകളുണ്ട്. കുറേ സിനിമകൾ മമ്മൂക്കൊക്കെ അഭിനയിച്ചുള്ള ആ ദിവസം, മമ്മൂക്കി ലാലേട്ടനൊക്കെ അഭിനയിച്ചുള്ള ആ ദിവസം പോലെ സിനിമ. അപ്പോൾ പറഞ്ഞു വന്നത് വിട്ടുപോവാണ്, പോയിന്റിൽ നിന്ന് വിട്ടുപോയി. അതായത് ഒരു പ്ലാനില്ലാണ്ട് ഇറക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം.
അപ്പോൾ ഇപ്പോൾ തന്നെ പടപടാന്ന് 3 സിനിമ കൂടെ ചെയ്ത് പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പടപടാന്ന് ഇറക്കി വിടണം. ഇത്രേ ഉള്ളൂ ചിന്ത. അതിനുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ മാസം ആദ്യം വരാൻ പോകുന്നത് ബസൂക്ക. പെട്ടിയിൽ ഇരുന്നിട്ട് കുറേ നാളെ ശ്വാസം മുട്ടി മരിക്കും ഇനി പെട്ടിയിലധികം ഇരുന്ന. അതുകൊണ്ട് അതിന് ഇറക്കി വിടണം. അപ്പോൾ അതിന് മുമ്പ് ലേഡീസ് ആൻഡ് ജെന്റിൽമാനല്ല, ലേഡീസ് പേഴ്സ്, ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ആദ്യം പുറത്ത് വരാൻ പോവാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. അത് എത്രമാത്രം ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യുകയാണ് സിനിമകൾ. പരീക്ഷണമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിനിമകൾ. നമുക്ക് വലിയ വലിയ ഹിറ്റുകളും ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ വരണമെങ്കിൽ കുറച്ച് പൈസക്ക് ചിലവാക്കിയുള്ള സിനിമകൾ വന്നാൽ മാത്രമാണ് ബ്രഹ്മാണ്ഡ ഹിറ്റുകളാവുള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സിനിമയെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കാണുമെന്നല്ലാണ്ട് ഈ സിനിമയ്ക്കൊന്നും ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൊക്കെ എത്ര ഗംഭീര സിനിമയായാലും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എത്ര പേര് കാണും അല്ലെങ്കിൽ എത്രമാത്രം കോടികൾ വാരാൻ സാധിക്കുന്നുള്ളത്. അപ്പോൾ അതിൽ വലിയ പ്രതീക്ഷ ഇല്ലാത്ത സിനിമയാണ്. പിന്നെ ഇത്തിരി പ്രതീക്ഷയുള്ളത് ബസൂക്കയ്ക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അത് അതിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ടീസർ കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലുക്ക്, മമ്മൂക്കയുടെ ലുക്കും കാര്യങ്ങളും, പേരും. ഡിനു ഡെന്നീസ് തിരക്കഥ തയ്യാറാക്കിയിട്ട് വേറെ ആളെ കൊണ്ട് സംവിധാനം ചെയ്യിക്കാൻ പറഞ്ഞപ്പോൾ നീ തന്നെ ചെയ്താൽ മതി, ഇത് നിന്നെപ്പോലെ പറയാൻ ആർക്കും പറ്റില്ല എന്നൊക്കെ മമ്മൂക്ക കൊടുത്തുള്ള ധൈര്യം, പിന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച 1-2 ആളുകളും എനിക്ക് പരിചയമുള്ളത് കൊണ്ടും ഒക്കെ ഒരു വിശ്വാസം കൂടുതലുണ്ട് ബസൂക്ക്. പലർക്കും വിശ്വാസമില്ലാത്ത സിനിമയാണ്, പക്ഷേ എനിക്ക് എന്തൊരു ചെറിയ വിശ്വാസം ആ സിനിമയിലുണ്ട്. എങ്കിൽ ഈ പറഞ്ഞ പോലെ കോടികളുടെ ബിസിനസ്സൊന്നും എടുക്കാൻ സാധ്യത തോന്നുന്നില്ല. അതും വളരെ സിമ്പിളായിട്ടുള്ള സിനിമ തന്നെയാണ്. പിന്നെ വരാൻ പോകുന്നത് വളരെ ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ടൊക്കെ സിനിമ ചെയ്തിട്ടുള്ള ജിതിൻ കെ ജോസിൻ്റെ മമ്മൂക്ക ചിത്രം. സൈനൈഡ് മോഹൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആൾക്കാർ. വിനായകനും മമ്മൂക്ക വില്ലനായിട്ട് അഭിനയിക്കുന്ന സിനിമ. ഈ 3 സിനിമകൾ വളരെ സിമ്പിളായ സിനിമകളാണ്. മമ്മൂക്കയ്ക്ക് ഇങ്ങനെ സിമ്പിളായ സിനിമകൾ ഇറക്കി വിടേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക. ചെയ്യുമ്പോൾ ഒക്കെ ഇപ്പോൾ ഇത്തിരി മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന പോലെ ഇത്തിരി കാനത്തിൽ വന്നോട്ടെ. അപ്പോൾ എന്തായാലും വരിക്കാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു 2 ആഴ്ച ഗ്യാപ്പൊക്കെ ഉള്ളൂ. ഈ ഡൊമിനിക്ക് വന്നിട്ട് 2 ആഴ്ച ഗ്യാപ്പിലാണ്. ബസൂക്ക കഴിഞ്ഞ് 2 ആഴ്ച 3 ആഴ്ച ഗ്യാപ്പിലാണ് മറ്റേ പേരിടാത്ത മമ്മൂക്ക ജിതിൻ കെ ജോസ് സിനിമ. അപ്പോൾ അതും കൂടി ഇത്ര നാളായിട്ട് ഇന്ന് ശ്രദ്ധിക്കുക, പഠിക്കുക. മാർക്കറ്റ് ചെയ്യാനും അറിയില്ല ശരിക്കും. സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പരസ്യം കൊടുക്കാനും അറിയില്ല, ഒന്നും അറിയില്ല. സിനിമ നന്നായെങ്കിൽ നമ്മളെപ്പോലുള്ളവരൊക്കെ യൂട്യൂബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിൻ്റെ സപ്പോർട്ടിലും അതുപോലെ തന്നെ ഫാൻസുകാർ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് സിനിമ വിജയിക്കണം. അല്ലാതെ പ്രൊഡ്യൂസേഴ്സും വിതരണക്കാരും സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നല്ല. ഈ പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്ത് വന്നുള്ള കണ്ണൂർ സ്ക്വാഡായാലും ഈ പറഞ്ഞ എല്ലാ സിനിമകളും വിജയിച്ചുള്ളത്. ബ്രഹ്മയുഗ ആയാലും കണ്ണൂർ സ്ക്വാഡായാലും റോഷാക്കായാലും ഇങ്ങനെ സിനിമകളൊക്കെ വിജയിച്ചുള്ളത് പ്രേക്ഷകർ, ഫാൻസ് സപ്പോർട്ട് ചെയ്തിട്ടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വന്തം ദാസേട്ടൻ ചെയ്യുന്നു.